Hello friends, welcome back to Anna's Corner. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു സ്ക്വിഡ് റോസ്റ്റുമായിട്ടാണ്. നമ്മുടെ കൂന്തൽ അല്ലെങ്കിൽ കണവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുന്നു നമുക്കൊന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണിത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഇത് അവസാനം വരെ ഈ വീഡിയോ കാണണം. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓളൊന്നും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ. ഇൻഗ്രീഡിയൻസിലെ ലിസ്റ്റൊക്കെ സൈഡിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു 75% ഫ്രൈ ആയി മതി. ബാക്കി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഫ്രൈ ആയിക്കോളും. ഇത് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതിന്റെ പച്ചച്ചുവയൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും ഒക്കെ ആ പച്ചച്ചുവയ്ക്ക് മാറി വലിയ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ട്രാൻസ്പെയറന്റ് കളറൊക്കെ ആകുന്നിടം വരെ വഴറ്റിയെടുക്കാം. നല്ലോണം വഴലാനായിട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ വലിയ ഉള്ളി 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 4 സവാള ചേർത്ത് കൊടുത്താൽ മതി. ചെറിയ ഉള്ളി ആണെങ്കിൽ അത്രയും ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് നല്ലോണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ച ചുവയ്ക്കൊന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുത്തു കഴിയുമ്പം അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ കളർ കിട്ടും, എരി കുറവായിരിക്കും. അതിലേക്ക് 2 തക്കാളി, സാമാന്യം വലിപ്പമുള്ള തക്കാളിക്കാണ്, ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഗരം മസാല ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് ഒരു മൂടിയും കൊണ്ട് അടച്ചു വെക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/2 കിലോ കൂന്തൽ മഞ്ഞളും കുറച്ച് ഉപ്പും കൂടെ മാത്രം ചേർത്ത് കുറച്ച് സമയം എടുത്ത് വെച്ചിരുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ മസാലക്കൂട്ടെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റത്തേക്കിന് ഒന്ന് അടച്ചു വെക്കുന്നു. ഇപ്പോൾ ഈ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഇതിൽ നിന്ന് വെള്ളം നല്ലോണം ഇറങ്ങി വരാൻ തുടങ്ങും.
നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി കൊണ്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പുളി ഇഷ്ടമുള്ളവർക്ക് മാത്രം ഒരു പീസ് കുടംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഒരു പീസ് കുടംപുളി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിന്ന് മൂടി വെച്ച് അടച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിലർ സ്ക്വിഡ് കുക്കറിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഓൾറെഡി നമ്മൾ സ്ക്വിഡിൻ്റെ അകത്ത് ഉപ്പ് കാണും. അപ്പോൾ അതും കൂടെ ഓർത്തിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂടി വെച്ച് 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലത്തെ സൗണ്ടൊക്കെ കേൾക്കാം. അതിന് പൊട്ടിത്തെറിക്കുന്ന കണ്ടിട്ട് അങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട. ചട്ടിയൊന്നും അല്ല പൊട്ടിത്തെറിക്കുന്നത്. ഇച്ചിരി ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കുക. വെള്ളമൊക്കെ ഒഴിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര വരില്ല. നമ്മൾ ഗ്രേവി ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ വരില്ല. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കുറച്ച് കുരുമുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. നന്നായിട്ട് ഇപ്പോൾ ഇതിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഉണ്ടോ നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ല ടേസ്റ്റി ആയിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. ഉണ്ടോ ചൂടോടെ ആവി പറക്കുന്നുണ്ട്. ഇത് വിളമ്പി നമുക്കിത് ചൂടോടുകൂടി തന്നെ കഴിക്കാം. അപ്പം ഞാൻ ഇതിലൊരു പീസ് എടുത്തൊന്ന് കഴിച്ചു നോക്കിയാണ്. ഓ വാ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടെ ബെല്ലൈക്കൺ ഓളെന്ന് കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.